ഇത് എത്ര നേരമായി ഇങ്ങനെ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട്? രാവിലെ കാപ്പി എടുക്കാൻ എത്ര നേരം വേണം? എനിക്ക് കോടതി പോവാൻ നേരമായി. ഞാൻ പശുവിനെ പുല്ല് പറിക്കാൻ പോയതായിരുന്നു, അതാ താമസിച്ചത്. രാവിലെ കോടതി പോകാനുള്ള തിരക്കിനിടയിലാ പശുവിന് തീറ്റ കൊടുക്കാൻ പോയേക്കുന്നത്. നിങ്ങൾ രാവിലെ കോടതിയിലേക്ക് കെട്ടിയെടുത്തിട്ട് എന്നാ കാര്യം? പശുവിന് തീറ്റ കൊടുത്താലേ പ്രയോജനമെങ്കിലും ഉണ്ട്. എടീ, തൊഴിലിനെ മാത്രം കുറ്റം പറയരുത്. ഇടയ്ക്ക് ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായെന്ന് വെച്ച് ഇപ്പൊ എനിക്ക് പൂരാ കേസുകളാ, അറിയാവോ? പപ്പ, ക്രിസ്മസ് കേക്ക് മേടിക്കണം. കേക്ക് വാങ്ങാവല്ലോ. എത്ര കിലോയുടേതാ വാങ്ങേണ്ടത്? 1 കിലോയുടേത് വേണോ, 2 കിലോയുടേത് വേണോ, 3 കിലോയുടേത് വേണോ? 3 കിലോയുടേത് മതി. കേക്ക് മേടിക്കാൻ ഇനി കാശ് എവിടുന്ന് ഒപ്പിക്കും? ചേട്ടാ, ദാ ഈ പുസ്തകം എടുത്തോണ്ടേ 2 കിലോ കേക്ക് ഇങ്ങോട്ട് താ. വിലപിടിപ്പുള്ള നിയമപുസ്തകമാ. ഈ പുസ്തകത്തിന്റെ പേപ്പർ സാധനങ്ങൾ പൊതിയാൻ കൊള്ളുകല. ചേട്ടനിത് എവിടെ പോകുന്നു? കണ്ടിട്ട് ഒത്തിരി നാളായല്ലോ. പിന്നെ എന്തൊക്കെയുണ്ട് ചേട്ടാ വിശേഷം? എന്താ പതിവില്ലാതെ? എന്നതാ വേണ്ടേ? ഓ, അങ്ങനെയൊന്നും വേണ്ട ചേട്ടാ. പിന്നെ എന്റെ ഒരു കക്ഷി കുറച്ച് കാശ് തരാനുള്ളത് കൊണ്ട് വരുമെന്ന് പറഞ്ഞത് കാത്തു നിൽക്കുമായിരുന്നു. 10-25,000 രൂപ വരും. പിന്നെ ചേട്ടാ, ഇപ്പൊ അത്യാവശ്യമായിട്ട് ചില സാധനങ്ങൾ വാങ്ങാൻ ഒരു 250 രൂപ കിട്ടിയാൽ കൊള്ളായിരുന്നു. എടോ, കഴിഞ്ഞ ക്രിസ്മസിന് അരി മേടിക്കാനെന്നും പറഞ്ഞ് താൻ ഇതേപോലെ എന്നോട് കടം മേടിച്ചു മുങ്ങിയത് ഞാൻ മറന്നുപോയെന്ന് കരുതിയോ? ഹലോ, പത്ര ഓഫീസല്ലേ? ആ, ഒരു പ്രധാന വാർത്തയുണ്ട്. ഇവിടെ പട്ടണത്തില് കേക്ക് തിന്ന 2 കുട്ടികൾക്ക് കാഴ്ച നഷ്ടപ്പെട്ടു. 5 പേര് ആശുപത്രിയിലായി. നഗരത്തിൽ കേക്ക് തിന്ന 4 കുട്ടികൾക്ക് കാഴ്ച നഷ്ടപ്പെട്ടു. 12 കുട്ടികൾ അത്യാസന്ന നിലയിൽ ആശുപത്രിയിലാണ്. ഈ സംഭവത്തിൽ ബഹുമാനപ്പെട്ട ഭക്ഷ്യവകുപ്പ് മന്ത്രി അഗാധമായ ഞെട്ടൽ പ്രകടിപ്പിച്ചു. പത്രക്കാരുടെ കൈ കിട്ടിയപ്പോ 2-4 കേക്കെന്ന് പറയുന്ന സാധനം മേലാ വീട്ടിൽ കയറ്റി പോകരുത്. എല്ലാത്തിനും വിഷമാ. ഒരാള് ഫോൺ ചെയ്ത് പറയുമായിരുന്നു. കൂടുതലായിരുന്നു എനിക്കറിയത്തില്ല. മന്ത്രി ഇരുത്തി പൊറപ്പിക്കുന്നില്ല. വിളിയോട് വിളി. സകല ബേക്കറികളിലെയും മുഴുവൻ ചരക്കും പൊക്കി ടെസ്റ്റ് അയക്കാൻ. പട്ടണത്തിലെ ബേക്കറി കടകളിൽ നിന്നും കേക്ക് വാങ്ങി ഭക്ഷിച്ച കുട്ടികൾക്ക് കാഴ്ച നഷ്ടപ്പെട്ടു എന്ന വാർത്ത കെട്ടിച്ചമച്ചതാണെന്ന് വകുപ്പ് മന്ത്രി അറിയിച്ചു. അന്താരാഷ്ട്ര കുത്തകകളുടെ കറുത്ത കരങ്ങൾ ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ടാകുമെന്ന സംശയവും മന്ത്രി പ്രകടിപ്പിച്ചു. അപ്പൊ നമുക്കിനി കേക്ക് തിന്നാലോ? ഹായ്. ആ, എങ്കിൽ കേക്കിന് ഇപ്പൊ വിലയും കുറഞ്ഞു കാണും. ഏയ്, റെയ്ഡ് നടന്നത് കാരണം ബേക്കറികളിലൊക്കെ സ്റ്റോക്ക് കുറവാ. അത് കാരണം ശേഷിക്കുന്ന കേക്കിന് 5 ഇരട്ടി വിലയാ.